സോ നമ്മൾ ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു, അബീലിയൻ ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു. ഇനി ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് തിയറംസ് ഉണ്ട്. സോ നമ്മൾ ആദ്യത്തെ തിയറത്തിലേക്ക് പോവാം. സോ ലെറ്റ്സ് സീ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ തിയറം. ഫോർ എവറി ഗ്രൂപ്പ് ജി, ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി ഇസ് യുണീക്. ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് ജി ഇസ് യുണീക്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ്. ഏതൊരു ഗ്രൂപ്പ് ജി എടുത്താലും ആ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആയിരിക്കും. അതേപോലെ ജി എന്നുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റിന്റെയും ഇൻവേഴ്സും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. സോ നമ്മൾ ആദ്യത്തെ എ പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോണത്. സോ ലെറ്റ് ജി ബി എ ഗ്രൂപ്പ്. ജി ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി എന്നുള്ള ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആണ് എന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യണത്. എന്താണോ തന്നിട്ടുള്ളത് അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. സോ ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ വിചാരിക്കുകയാണ് ജി എന്നുള്ള ഗ്രൂപ്പിൽ രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. അസ്യൂം ദാറ്റ് E1 ആൻഡ് E2 ആർ ദി ഐഡന്റിറ്റി എലമെന്റ്സ് ഇൻ ജി. അപ്പൊ ജി എന്നുള്ള ഗ്രൂപ്പിൽ രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? E1 ഉം E2. ഇതാണ് രണ്ട് ഐഡന്റിറ്റി എലമെന്റ്സ് ആണല്ലോ. ഇനി സിൻസ് E1 is an identity element, E1 ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണ്, ആൻഡ് E2 belongs to G. അങ്ങനെയാണെങ്കിൽ സിൻസ് E1 is the identity element, നമ്മൾ നേരത്തെ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. whenever ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ you will get the same element itself. So therefore here E1 is the identity element and E2 belongs to G. E2 is a member of G. അങ്ങനെയാണെങ്കിൽ ഇവർ പരസ്പരം ഓപ്പറേറ്റ് ചെയ്താൽ സിൻസ് E1 is the identity element, you will get E2 as the answer. ശരിയല്ലേ? So E1 star E2 is equal to E2, which is nothing but E2 star E1. This is the first equation. Okay. Similarly, E2 ആണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിചാരിക്കുക, ആൻഡ് E1 belongs to G ആണെന്ന് വിചാരിക്കുക. E1 is any element in G and E2 is the identity element. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ എന്ത് ഓപ്പറേഷൻ ചെയ്താലും യു വിൽ ഗെറ്റ് ദാറ്റ് എലമെന്റ് ഇറ്റ്സെൽഫ്. സോ ഇവിടെ ആരാണ് ഐഡന്റിറ്റി? E2 ആണ് ഐഡന്റിറ്റി. സോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് E1 ആസ് ദി ആൻസർ. സോ ഹെൻസ് E1 star E2 is equal to E1, which is nothing but E2 star E1. This is second equation. ശരിയല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ. സോ രണ്ടും എന്ത് തന്നെയാണ്? ബോത്ത് ആർ E1 star E2 അല്ലെങ്കിൽ E2 star E1 അല്ലെ? സോ therefore അതിന്റെ അർത്ഥം എന്താ? E1 ഉം E2 ഉം സെയിം തന്നെയാണ്, റൈറ്റ്? E1 ഉം E2 ഉം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെ തന്നെയാണ്? E1 star E2 അല്ലെങ്കിൽ E2 star E1 നെ തന്നെയാണ്. So that means from 1 and 2 you can conclude that both the identity elements E1 and E2 are one and the same. E1 ഉം E2 ഉം രണ്ടല്ല, അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്നതാണ് നമുക്ക് കിട്ടിയത്. So that means we have proved the identity element of G is unique. Okay? ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തത് ഇതേപോലെ ജി എന്നുള്ള ഗ്രൂപ്പിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിന്റെ ഇൻവേഴ്സ് യുണീക്ക് ആയിരിക്കും എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കി നോക്കാം. ജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. അതിലത്തെ ഒരു എലമെന്റ് ആണ് എ. ഓക്കെ. സോ ലെറ്റ് എ ബിലോങ്സ് ടു ജി. ജി എന്ന ഗ്രൂപ്പിലെ എ എന്നുള്ള എലമെന്റ് നമ്മൾ എടുത്തു. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ എന്നുള്ള എലമെന്റ്, ഓക്കെ, ജി എന്നുള്ള ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റ് എ എടുത്താലും അതിന് യുണീക്ക് ആയിട്ടുള്ള ഇൻവേഴ്സ് ആയിരിക്കും എന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഓൺ ദി കോൺട്രറി ഐ ആം സപ്പോസിങ് ദാറ്റ് എക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോ ബിയും സിയും ആണ് എയുടെ രണ്ട് ഇൻവേഴ്സ് എലമെന്റ്സ് എന്ന് വിചാരിക്കാം. ഓക്കെ. ലെറ്റ് ബി ആൻഡ് സി ബി ഇൻവേഴ്സ് എലമെന്റ്സ് ഓഫ് എ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഐഡന്റിറ്റി ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? സോ സിൻസ് ബി ഇസ് ദി ഇൻവേഴ്സ് ഓഫ് എ സ്റ്റാർ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ, ഐഡന്റിറ്റി എലമെന്റ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ബി സ്റ്റാർ എ. ശരിയാണല്ലോ? അതേപോലെ നമ്മുടെ അസംഷൻ പ്രകാരം സിയും എന്താണ്? എന്റെ ഒരു ഇൻവേഴ്സ് ആണ്. ഓക്കെ. സോ സിൻസ് സി ഇസ് ദി ഇൻവേഴ്സ് ഓഫ് എ സ്റ്റാർ സി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഐഡന്റിറ്റി ഇ ആണ് കിട്ടുക, വിച്ച് ഇസ് നത്തിങ് ബട്ട് സി സ്റ്റാർ എ. ശരിയാണല്ലോ? സോ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമുക്ക് കിട്ടി. അത് എഴുതി മാറ്റിവെച്ചു. നൗ ഏതൊരു എലമെന്റിനെയും നമുക്ക് എങ്ങനെ എഴുതാം? ആ എലമെന്റും ഐഡന്റിറ്റി എലമെന്റും തമ്മിലുള്ള ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ശരിയല്ലേ? അതായത് ഏതൊരു എലമെന്റ് ബി എടുത്താലും നമുക്ക് അതിനെ ബി സ്റ്റാർ ഇ എന്നും അല്ലെങ്കിൽ ഇ സ്റ്റാർ ബി എന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ശരിയല്ലേ?
നമ്മളൊരു ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത സെയിം ആളെ തന്നെയാണല്ലോ കിട്ടുക. സോ ദെയർഫോർ ഞാൻ ബി എന്നുള്ളൊരു എലമെന്റിനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ബിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇ സ്റ്റാർ ബി എന്ന് എഴുതാനായിട്ട് പറ്റും. ശരിയാണല്ലോ, ഇ സ്റ്റാർ ബി എന്ന് എഴുതാനായിട്ട് പറ്റും. ആൻഡ് ഫ്രം ഇക്വേഷൻ 2 ഇക്ക് പകരം ഞാൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്? ഇ എന്ന് പറയുന്നത് സി സ്റ്റാർ എ ആണല്ലോ. സോ ഞാൻ ഇക്ക് പകരം സി സ്റ്റാർ എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഇക്ക് പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ സ്റ്റാർ ബി എന്തായി? സി സ്റ്റാർ എ സ്റ്റാർ ബി എന്നായി. ഓക്കെ, ഇനി എനിക്കറിയാം ജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്? അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിൻസ് ജി ഇസ് എ ഗ്രൂപ്പ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അവിടെ വാലിഡ് ആണ്. ഹെൻസ് ഞാൻ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് റീഅറേഞ്ച് ചെയ്തു. ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് സി സ്റ്റാർ എ സ്റ്റാർ ബി. ഓക്കെ, ഇനി ഫ്രം ഇക്വേഷൻ 1, ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 എ സ്റ്റാർ ബി എന്താണ്? എ സ്റ്റാർ ബി ഇസ് നത്തിങ് ബട്ട് ഐഡന്റിറ്റി എലമെന്റ് അല്ലെ. സോ ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ ഹാവ് സി സ്റ്റാർ ഇ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു എലമെന്റ് സിനെയും നമുക്ക് സി സ്റ്റാർ ഇ എന്നോ അല്ലെങ്കിൽ ഇ സ്റ്റാർ സി എന്നോ എഴുതാം. ബിക്കോസ് ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെയിം എലമെന്റിനെ തന്നെയാണ് കിട്ടുക. സോ ദെയർഫോർ സി സ്റ്റാർ ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഓർ സി സ്റ്റാർ ഇ ഇസ് നത്തിങ് ബട്ട് സി. അപ്പൊ നമ്മൾ എവിടെന്നാ തുടങ്ങിയത്? വി സ്റ്റാർട്ടഡ് ഫ്രം ദി എലമെന്റ് ബി ആൻഡ് വി ഹാവ് റീച്ച്ഡ് അറ്റ് ദി എലമെന്റ് സി. അതിന്റെ അർത്ഥം എന്താ? ബി ആൻഡ് സി ആർ ഈക്വൽ. ബി ആൻഡ് സി ആർ വൺ ആൻഡ് ദ സെയിം. അതായത് എയുടെ രണ്ട് ഇൻവേഴ്സുകളാണ് ബിയും സിയും എന്ന് നമ്മൾ എടുത്തു. ബട്ട് അറ്റ് ലാസ്റ്റ് വി റീച്ച്ഡ് ദാറ്റ്, അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടി ബിയും സിയും ഈക്വൽ ആണ്. അതായത് എക്ക് രണ്ട് എലമെന്റ്സ് ഇല്ല, ഒരൊറ്റ എലമെന്റേ ഉള്ളൂ ഇൻവേഴ്സ് ആയിട്ട് എന്ന് മനസ്സിലായി. സോ ദെയർഫോർ ഇൻവേഴ്സ് ഓഫ് എനി എലമെന്റ് എ ബിലോങ്സ് ടു ജി ഇസ് യുണീക്ക് എന്ന് എഴുതാം. ഓക്കെ, സോ യുണീക്ക് ആണ്, ഇൻവേഴ്സ് യുണീക്ക് ആണ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.